മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മളൊരു ജന സർവീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ അതുപോലെ ക്ലച്ചിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതേ ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്. ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊടിയുണ്ട്. അതൊക്കെ നേരെ അടിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ അതിൻ്റെ വേരിയസ് ബോഡിയും റോളർ വെയ്റ്റും വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഇത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റാണ്. നിലവിൽ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മതി നമുക്ക്. ബെൽറ്റായാലും വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബെൽറ്റും നല്ല ബെൽറ്റാണ്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ എയർ ഫിൽറ്റർ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഒരു അതിൻ്റെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ പ്ലഗ് നമുക്കതൊന്ന് മാറ്റണം. ഒരു സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റൊക്കെ വേണ്ടത്. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്ലഗ് ഒന്ന് മാറ്റിക്കളയണം. അതുപോലെ തന്നെ അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ കാർബറേറ്ററൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വലിയൊരു സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. നല്ല രീതിയിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ഹോളുകളാണ് വരുന്നത്. നമുക്ക് ഈ സ്ലോ ജെറ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ കാർബറേറ്റർ ഫുള്ള് കാർബറേറ്റർ ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു കോമ്പി ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എത്ര വലിപ്പുണ്ടാകും ഔട്ട് വെടിഞ്ഞിരിക്കും. തീരെ വർക്ക് ചെയ്യാനുള്ള തീരെ ഗ്യാപ്പിൻ്റെ വരും. അപ്പോൾ ഈ ഒരു കേബിൾ നമുക്കത് മാറ്റിക്കളയണം. അതുപോലെ തന്നെ ഈ ഒരു ഹോണിക്ക് സ്വിച്ച് പൊട്ടി കിടക്കുന്നുണ്ട്. ആ സ്വിച്ച് ഒന്നും മാറ്റിക്കളയാം. ഏതെങ്കിലും ബുഷുകളായാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. എല്ലാം ഒന്ന് യൂസ് ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ഫ്രണ്ടിൽ ബ്രേക്ക് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിനൊക്കെ ഇഞ്ചസ് ആയി വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമ്മൾ. ബാറ്ററി ഇരിക്കുന്നത് 2022 മോഡല് ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലൊക്കെ സെൽഫ് വർക്കിംഗ് ആണ്. എന്നാലും ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നിലവിൽ അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് 12.86 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതറിയാം നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ പോലും സെൽഫും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സെൽഫിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററിയിലൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, ആദ്യം കാണിക്കുന്നത് ആ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് ആണ്. ബാറ്ററി ഫുള്ളായി രണ്ടായി കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് ബാറ്ററി സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടൊന്ന് റീസെറ്റാക്കാം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ നിലവിൽ വരുന്ന ആ വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, കാർബറേറ്റർ കേബിൾ, എഞ്ചിൻ ഓയിൽ എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.